നമ്മുടെ ഫോണിലുള്ള ഒരു ഫോട്ടോ എങ്ങനെ സ്കൂൾ വിക്കി പേജിലേക്ക് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അതിനായി ഈ ഫോട്ടോ നമ്മൾ ഗാലറിയിൽ തുറന്നിട്ടുണ്ട്. ഇവിടെ ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ദെൻ ഡീറ്റെയിൽസ് എടുക്കാം. ഇതിലെ എഡിറ്റ് എടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഫോട്ടോയുടെ പേരൊന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഫയൽ നെയിമിൻ്റെ അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് എക്സ്റ്റൻഷൻ നമ്മൾ ഒഴിവാക്കരുത്. സ്കൂൾ കോഡ് 21002 എന്ന് കൊടുക്കുന്നു. ദെൻ ഇത് പാലക്കാട് ജില്ലയിലെ ഒരു സ്കൂൾ ആയതുകൊണ്ട് നമുക്കവിടെ -PKD എന്ന് കൊടുക്കുന്നു. ദെൻ വീണ്ടും ഒരു ഹൈഫൻ ഇട്ട് ഇയർ 2026 എന്ന് കൊടുക്കുന്നു. ദെൻ ആ ഇവൻറ്റിൻ്റെ പേര് നമുക്കൊന്ന് കൊടുക്കാം. ഇതൊരു LK അവാർഡ്, LK അവാർഡ് എന്ന് കൊടുത്ത് നമുക്കൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഫോട്ടോയുടെ എഡിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, എഡിറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഫയൽ നെയിം ഇത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ സ്കൂൾ വിക്കി പേജിലേക്ക് ഉൾപ്പെടുത്താൻ നോക്കാം. ഇതിനായി ഞാൻ എൻ്റെ ഫോണിൽ ഫയർഫോക്സിൽ സ്കൂൾ വിക്കി തുറന്നിട്ടുണ്ട്. ഇത് ഞാൻ ലോഗിൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ അക്കൗണ്ട് വഴി simraj.ks എന്ന അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ സ്കൂളിൻ്റെ പേജിലേക്ക് നമുക്കത് ഉൾപ്പെടുത്താം. ഈ സ്കൂളിൻ്റെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ പേജിലാണ് നമുക്കത് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ താഴെ ക്ലബ്ബുകൾ എന്ന ഒരു ടാബ് ഉണ്ടായിരിക്കും. അതിൽ ലിറ്റിൽ കൈറ്റ്സ് സെലക്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമുക്ക് ഇയർ സെലക്ട് ചെയ്യാം. ഞാൻ 2026-29 എന്ന ഇയർ സെലക്ട് ചെയ്തു. തുടർന്ന് നമുക്ക് ഈ പേജിലേക്ക് പ്രവർത്തനങ്ങളിലോ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇതൊരു മൊബൈൽ വ്യൂ ആണ്. ഞാനിത് മാറ്റി ഒരു ഡെസ്ക്ടോപ്പ് വ്യൂ ആക്കി മാറ്റാം. അതിനായി ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓൺ ആക്കുന്നു. ഇപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൽ കാണുന്ന പോലെ ഇതിലും കാണാൻ സാധിക്കും. അതിനുശേഷം ഞാനിവിടെ മുകളിൽ ഇവിടെ തിരുത്തുക എന്ന് കാണാം. ഈ പ്രവർത്തനങ്ങളിൽ തിരുത്തുക എന്നത് കാണാം. ഞാൻ തിരുത്തുക എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, തിരുത്തുക എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുകളിലായിട്ട് നമുക്കറിയാം ഉൾപ്പെടുത്തുക എന്ന് വരാറുണ്ട് ലാപ്ടോപ്പിലാകുമ്പോൾ. ഇവിടെ അത് കാണുന്നുണ്ടാവില്ല. ഇവിടെ ഒരു പ്ലസ് ചിഹ്നമായിരിക്കും കാണുന്നുണ്ടാവുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ചിത്രങ്ങളും മീഡിയകൾ എന്നും വരും. അതിലൊന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ചിത്രം അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഏരിയ വരും. ഇപ്പോൾ ഇവിടെ നമുക്ക് ചിത്രം തിരയാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇതിനകത്തുള്ള ചിത്രമാണെങ്കിൽ, അതായത് സ്കൂൾ വിക്കിയിലെ ചിത്രമാണെങ്കിൽ മാത്രമാണ് നമുക്ക് തിരഞ്ഞാൽ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. നമുക്കിത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫോണിൽ നിന്ന് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ അപ്ലോഡ് സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെ പ്രമാണം തിരഞ്ഞെടുക്കുക എന്ന മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ നിന്ന് ഫയൽസ് സെലക്ട് ചെയ്യാം. ഫോണിൽ ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ നെയിം ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. 21002 എന്ന് കൊടുക്കുമ്പോൾ തന്നെ ആ ഫയൽ ഇവിടെ മുകളിൽ വന്നിട്ടുണ്ടാവും. ആ ഫയൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് എൻ്റെ സ്വന്തം സൃഷ്ടിയാണ് എന്നത് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതിൻ്റെ വിശദാംശങ്ങളിലെ വിവരണം ചോദിക്കും. ഞാനിവിടെ LK അവാർഡ് എന്ന് ജസ്റ്റ് ചെറിയൊരു വിവരണം നമുക്ക് കൊടുക്കാം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ കൊടുക്കാം. മലയാളത്തിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ സേവ് ചെയ്യുക. ഇനി ഈ ചിത്രം നമുക്ക് ഈ പേജിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഈ ചിത്രം ഉപയോഗിക്കുക എന്നത് ക്ലിക്ക് ചെയ്യാം. ഉടനെ തന്നെ ഈ ചിത്രത്തിന് ഒരു തലവാചകം ക്യാപ്ഷൻ വേണമെങ്കിൽ നൽകാവുന്നതാണ്. നൽകിയില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ ഉൾപ്പെടുത്തുക എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ചിത്രം ഇവിടെ ഉൾപ്പെട്ടതായി കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ സേവ് ചെയ്യുക എന്ന് ക്ലിക്ക് ചെയ്യാം. വീണ്ടും മാറ്റങ്ങൾ സേവ് ചെയ്യുക എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ചിത്രം നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന പേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇത് ഫയൽ നെയിം ഉപയോഗപ്പെടുത്തി മറ്റ് പേജുകളിലേക്കും ഉൾപ്പെടുത്താവുന്നതാണ്.